നമസ്തേ. തലയിലെഴുത്ത് വളരെ പ്രധാനമാണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ആ തലയിലെഴുത്ത് സാധാരണ ആൾക്കാർക്ക് വായിക്കാനൊന്നും സാധിക്കുന്ന കാര്യമല്ല. എന്നാൽ അത് വായിക്കാൻ പറ്റുന്ന ഒരാളുണ്ടായിരുന്നു എന്നാണ്. അദ്ദേഹം ഒരു ദിവസം ഒരു കടൽ തീരത്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ തിരയിടിച്ചപ്പോൾ കാലിൻ്റെ അടുക്കിലേക്ക് ഒരു തലയോട് വന്ന് കയറി. അദ്ദേഹം അതെടുത്തു വായിച്ചു നോക്കി. അതിലെന്താണ് എഴുതിയിരുന്നത്? ജന്മപ്രഭൃതി ദാരിദ്ര്യം, ദശവർഷാണി ബന്ധനം, സമുദ്രതീരെ മരണം, കിഞ്ചിൽ ശേഷം ഭവിഷ്യതി. ഇങ്ങനെ 4 വരികളാണ്. ആദ്യത്തേത് ജന്മപ്രഭൃതി ദാരിദ്ര്യം. ദാരിദ്ര്യത്തിലാണ് ജന്മ എന്നുള്ളതാണ് പറയണത്. അത് അറിയാമെന്ന് വൃത്തിയില്ല, കാരണം തലയോടായി കഴിഞ്ഞല്ലോ. എന്നാലും ഊഹിക്കാം. പിന്നെ ദശവർഷാണി ബന്ധനം. അത് എങ്ങനെയാണ്? സാധാരണ ഇങ്ങനെ ദാരിദ്ര്യത്തിലൊക്കെ ജനിച്ചു നിൽക്കുക, ജീവിതം കഴിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് അത് കുറ്റമായിട്ടുള്ളതൊക്കെ ആണെങ്കിൽ തടവറയിലൊക്കെ പോകേണ്ടതായിട്ട് വരും, ശിക്ഷിക്കപ്പെടും. അങ്ങനെ ഉണ്ടെന്ന് ഊഹിക്കുക, അത്രേ പറ്റുള്ളൂല്ലോ. 3ാമത്തെ വരി സമുദ്രതീരെ മരണം എന്നുള്ളതാണ്. അത് കുറച്ചുകൂടി ഇപ്പോൾ നമുക്ക് ഉദ്ദേശിക്കാം. കാരണം അദ്ദേഹം ആലോചിച്ചപ്പോൾ, കാരണം തലയോട് കിട്ടിയത് ഈ കടൽ തീരത്തു നിന്നാണല്ലോ. അപ്പോൾ സമുദ്രതീരത്ത് വെച്ചായിരിക്കും മരണമെന്ന് വിശ്വസിക്കാം. 4ാമത്തെ വരി കിഞ്ചിൽ ശേഷം ഭവിഷ്യതി. ഇനിയും ചിലതും കൂടി സംഭവിക്കാനുണ്ട്. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, ഇവിടെ തലയോടായി കഴിഞ്ഞു, ഇനി എന്താ സംഭവിക്കാനുള്ളത്? ഏതായാലും തലയിലെഴുത്ത് മാറില്ല എന്നാണല്ലോ പറയണത്. അതുകൊണ്ട് അതൊന്ന് തിരിച്ചറിയണം എന്ന് നിശ്ചയിച്ച് ആ തലയോട് എടുത്തുകൊണ്ടുവന്ന് ഓടുന്ന് ഭദ്രമായിട്ട് പൊതിഞ്ഞു കെട്ടി തൻ്റെ അലമാരിയിൽ കൊണ്ടുവച്ചു, പൂട്ടി. വേറെ ആരത് നോക്കണ്ടെന്ന് വിചാരിച്ചാൽ താക്കോലൊന്നും ഇവിടെ വയ്ക്കാറില്ല. ദിവസവും രാവിലെ എടുത്ത് നോക്കും, വൈകുന്നേരം കിടക്കാറാവുമ്പോഴൊന്നുകൂടി നോക്കും. അപ്പോൾ ഒരു മാറ്റവും കണ്ടില്ല. ഇത് സാധാരണ മറ്റാരും അറിയണ്ടെന്ന് വിചാരിച്ച് മുറിയുടെ വാതിലൊക്കെ അടച്ചിട്ടാ പതിവ്. അങ്ങനെ കുറേ ദിവസം കഴിഞ്ഞു. ഒരു ദിവസം തിരക്കിട്ടൊരുതിലേക്ക് പോവുമായിരുന്നു. അപ്പം അതുകൊണ്ട് ആ താക്കോൽ എടുക്കാനായിട്ട് മറന്നു. ഭർത്താവിന് വന്ന ഈ ചെറിയൊരു മാറ്റം, അതായത് മുറി അടച്ച എന്തോ ചെയ്യുന്നുണ്ട്, തന്നോടൊന്നും പറയേണ്ടായിട്ടുമില്ല. അപ്പം ആ ദിവസം ഭാര്യ ആ മുറിയിൽ കയറി നോക്കിയപ്പോൾ ഒരു താക്കോലിരിക്കണം. ഇത് പുതിയതാണല്ലോ, അതുകൊണ്ട് അലമാരി തുറന്നു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ തലയോടിരിക്കണം. ഇതെന്താ ഇങ്ങനെ? തന്നോട് ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, എല്ലാം തുറന്നു പറയണ ആളാണല്ലോ, എന്താണാവോ എന്ന് വിചാരിച്ചു. പിന്നെയും ആ തലയോടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ നോക്കിയപ്പോൾ അങ്ങനെ തോന്നി തുടങ്ങാണ്. വെറുതെ പലതും ആലോചിക്കാൻ സാധിക്കുമല്ലോ. ഇതാരുടെ തലയോടാവും? ഇദ്ദേഹത്ര ഭദ്രമായിട്ട് അലമാരിയിലൊക്കെ വെച്ച് പൂട്ടി. ഇത് ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവച്ചതിന് ശേഷമാണോ ഈ മുറി അടച്ചുള്ള ഇത് തുടങ്ങിയത്? എന്താണാവോ ചെയ്യണത്? അപ്പോൾ ഭാര്യ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇത് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പഴയ കാമുകിയുടെ തലയോടൊക്കെയാണോ ഇത്ര ഭദ്രമായിട്ട് കൊണ്ടുവന്ന് വെച്ചേക്കണത്? കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാര്യയ്ക്ക് തോന്നി അത് അങ്ങനെ തന്നെ ആവുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര സൂക്ഷിച്ചു വെച്ചേക്കണത്. അപ്പോൾ ഭാര്യയ്ക്ക് വിഷമായി, പരിഭവമായി, ദേഷ്യം വന്നു, കരച്ചിൽ വന്നു. ഏതായാലും ഈ തലയോടിനെ പ്രണയിക്കൽ ഇനി ഭർത്താവിന് വേണ്ട എന്ന് നിശ്ചയിച്ചു. ദേഷ്യത്തോടു കൂടി ആ തലയോട് എടുത്തു കൊണ്ടുവന്നു, ഒരല്ലിട്ടു, ഇടിച്ചു, പൊടിച്ചു, വെള്ളത്തിൽ കലക്കി തെങ്ങിൻ്റെ കടയ്ക്ക് കൊണ്ടുവച്ചു. അലമാരിയൊക്കെ പൂട്ടി താക്കോല് പഴയ പോലെ വയ്ക്കുകയും ചെയ്തു. അന്ന് അല്പം പരിഭ്രമിച്ചാണ് ഭർത്താവ് ഗൃഹത്തിലെത്തിയത്. കാരണം താക്കോലെടുക്കാതെയാണല്ലോ പോയത്. ഇവിടെ വന്ന് വേഗം താക്കോലെടുത്തു അലമാരി തുറന്നു നോക്കിയപ്പോൾ തലയോട് കാണാനില്ല. അപ്പോൾ ഭാര്യയോട് ചോദിച്ചു. ഭാര്യ ആദ്യമൊന്നും മറുപടി പറഞ്ഞില്ല, ദേഷ്യപ്പെട്ടൊക്കെ ഇരുന്നുള്ളൂ. പിന്നെയും ചോദിച്ചപ്പോൾ അവസാനം നിങ്ങൾ ഇപ്പോഴും ആ പഴയ കാമുകിയുടെ തലയോടും വെച്ച് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ എന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു. അതൊക്കെ പറയാം, വിസ്തരിക്കാം. ആ തലയോടിന് എന്താ സംഭവിച്ചത്? നീ എന്താ കാണിച്ചായിരുന്നു? ഞാനത് ഒരല്ലിട്ട് ഇടിച്ച് വെള്ളത്തിൽ കലക്കി ആ തെങ്ങിൻ്റെ കടയ്ക്ക് കൊണ്ട് ഒഴിച്ചു. ഭർത്താവ് പോയി ആ തെങ്ങിൻ്റെ കടയ്ക്ക് നോക്കി.
അപ്പോൾ അവിടെ ഇങ്ങനെ കഷ്ണങ്ങളൊക്കെ കാണാനുണ്ട് തലയോടിൻ്റെ. അപ്പോൾ അദ്ദേഹം ആലോചിച്ചു, തലയിൽ എഴുതിയിരിക്കുന്ന എത്ര വാസ്തവ, കിഞ്ചിൽ ശേഷം ഭവിഷ്യതി, തലയോടായിട്ട് പോലും ഇനിയും ചിലത് സംഭവിക്കാനുണ്ട് എന്നാണ് അതിൽ എഴുതിയേക്കുന്നത്. അത് ആ വാസ്തവമായിരിക്കുന്നു. ഭാര്യയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഭാര്യയ്ക്ക് സമാധാനമായി, സന്തോഷമായി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാ, തലയിലെഴുത്ത് ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല. അതെന്താണ് എഴുതിയിരിക്കുന്നത് നമുക്കറിയില്ല. അത് നല്ലതാവട്ടെ, അത് മാറ്റണമെങ്കിൽ ഈശ്വരനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ആ ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു. നമസ്കാരം.